എറ വണ്ടിയിലെല്ലാം പോയി. ഇതാണോ അതിന്റെ 10 മിനിറ്റ്? എന്റെ പൊന്നു മാമൂട്ടി, ഇവിടെ അത്യാവശ്യ കാര്യങ്ങളുള്ളപ്പോ നീ ഇങ്ങനെ പ്രധാനമന്ത്രിയെ പോലെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കറങ്ങാണെന്നല്ല എങ്ങനെയാ? എവിടെയായിരുന്നു ഇതുവരെ? അത് പിന്നെ വണ്ടി അരിച്ചിടും ഒരു 10 മിനിറ്റ്. അതിനും 10 മിനിറ്റാ? ഇപ്പൊ തിരിച്ചിടാന്ന്. ഇവിടെ അടുത്തൊരു കോളേജിലെത്താ. പലഹാരത്തിന്റെ മണം അടിക്കാതെ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതെവിടെയും പോയിട്ടുണ്ടാവും. ഓക്കൊരു പനി ആണാ? ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. പാത്തൂന് കല്യാണമല്ലോ വന്ന് കേട്ടു. ഞാൻ ഓർത്ത് പാത്തൂനെ കെട്ടിച്ച് ഇത്ത പരീക്ഷക്ക് പോയിട്ടുണ്ടാവും. അതൊന്നും നടക്കൂല മോനെ. ഇത്തൊരു വാക്കും കൂടെ പറ, നമ്മള് നടത്തും, നടത്തിയിരിക്കും. എന്നെ വിളിച്ചാ? ഓ, ആവശ്യമുള്ള സമയത്ത് വിളിച്ച് ഒരുത്തനും വരില്ല. ഇത്ത ഇപ്പൊ എന്താ പ്രശ്നം? എന്താ? ഓൾക്ക് 20 വയസ്സ് കഴിഞ്ഞേക്കണ്. വരുന്ന ചെക്കന്മാർക്കൊന്നും ഓളെ പിടിക്കൂല. ഇനി ഓക്ക് പിടിച്ച ചെക്കന്മാർക്കൊന്നും ഓടെ പഠിപ്പും പിടിക്കൂല. പാത്തു എത്ര വരെ പഠിച്ചു? 10. 10 വരെ പഠിച്ചില്ലേ? 10 കൊല്ലം പഠിച്ചു. പക്ഷെ 6ാം ക്ലാസ് വരെ എത്തിയുള്ളൂ. ഓ, ഒന്ന് പോമ്മ. ഇപ്പൊ എനിക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. മമ്മൂട്ടിക്ക തട്ടിയത് ഞാൻ അറിഞ്ഞേയില്ല. കഷ്ടം. പീപ്പർ ഇടിച്ചിട്ട് സുഖം കണ്ടെത്തുന്ന ലോകത്തിലെ ഒരേ ഒരാൾ മാത്രമായിരിക്കും. അവനെങ്കിലും പ്രേമിക്കട്ടെ. ഉടനെ തന്നെ പാത്തുന്റെ കല്യാണം നടക്കോട്ടാ. ഇൻഷാ അല്ലാ. മോനൊന്ന് പ്രാർത്ഥിക്കേ. പോയി വണ്ടി എടുക്കടാ. നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ മക്കളെ. ഞങ്ങള് ചെല്ലല്ലോ അടിച്ചു പൊളിക്കലൊക്കെ നാട്ടുകാരാ. വണ്ടി എടുക്കടാ. അത് മലയല്ലടാ, പർവ്വതം. വണ്ടി വിടറാ. എന്തത് പിണ്ടാണ്ടിരിക്കുള്ളവരെ? എന്തത്? സൈലൻസ്, സൈലൻസ്, സൈലൻസ്. അവിടെ ഇരിക്കണത്. സൈലൻസ്, 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 സൈലൻസ്. എന്റെ അച്ഛോ, ഇന്നത്തെ കാലത്ത് ഈ പഴഞ്ച ടീമിനുള്ളത് പുതിയ ടീമിനൊന്നും കിട്ടിയില്ല. എന്താണ് ഇതിനൊരു കുറവ്? കാണിച്ചാടാ നിനക്ക്. ഇത് കൊള്ളാടാ, ഇതെടുത്തോ. ഇത് ഏതാ കളറ്? ബ്രൗണാ സാറേ? നല്ല കളറാടാ. ബ്ലാക്ക് ഇല്ലേ? ഉണ്ടല്ലോ. എനിക്ക് ബ്ലാക്ക് എടുത്തോ. സാറിന് ബ്ലാക്ക് ഇഷ്ടല്ലേ? ബ്രൗൺ എന്ന് പറയുമ്പോ അതൊരു സങ്കല്പ കളർ മാത്ര. എനിക്ക് ബ്ലാക്ക് മതി. അതാവുമ്പോ എന്റെ കണ്ണിന്റെ കളറല്ലേ? അല്ലടാ മണി? എന്നാ ഇത് സൈസ് കറക്റ്റാ. ഇത് പാക്ക് ചെയ്തോ. ഓക്കെ, ശരി സാർ. താങ്ക് യു സാർ. ശരി എന്നാ. താങ്ക് യു സാർ. ദേടാ, നീ മേടിക്കണം പറഞ്ഞ സാധനം എന്ത്? മറ്റേ ചക്രമുള്ള ഷൂ. എവിടെ? ദേ, ചക്ര ഷൂ അല്ല, ഇതാണ് റോളർ സ്കേറ്റർ. മനസ്സിലായോ? നീ ഒന്ന് ഇട്ടോക്കിയടാ. സാറേ, ഇതിട്ട് സഞ്ചരിക്കാൻ ഇച്ചിരി ബാലൻസ് വേണം. മാത്രമല്ല, തെറ്റിദ്ധരിക്കരുത്. സാറിനെ പോലെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക്. അതിന് ഞങ്ങൾക്കിത് വാങ്ങിച്ചിട്ട് തിരക്കളർ റോട്ടിൽ കൂടി ഓടിച്ചു പോകാനല്ല. എന്റെ തോളി പിടിച്ചിട്ട് ഇവൻ എന്റെ റൂമിൽ കൂടി നടക്കണം. ഇത് ഇവന്റെ ഒരു ആഗ്രഹം. സോറി സാർ. അല്ലടാ? അതെ. നീ ഒരു കാര്യം ചെയ്യ്, ഇതൊന്ന് ഇട്ട് നോക്ക്, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം സാർ. ഓക്കെ. എന്റെ ജോഡി ഇവിടെ ഇരിപ്പുണ്ട്. നടക്ക്. കൊള്ളാവടാ അത്? നല്ലതാടാ. ഇതൊക്കെ ഇട്ടിട്ട് ഒരേ പണക്കാര് പിള്ളേർ പറന്ന് നടക്കുന്നതാണ്. ഹലോ, ആണാ? ഒരു 2000 രൂപയെങ്കിലും കൂടുതൽ മേടിച്ചോട്ടാ. ഓട്ടം കൂടുതലാണേ. അത് മാത്രമല്ലട്ടാ, എന്നെ വേറെ ട്രൂപ്പിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ വിളിക്കുന്നുണ്ട് പരിപാടിക്ക്. ഏഞ്ചൽ വോയിസിന്ന് ആദ്യം വിളിച്ചതാ, ഒരു അഡ്വാൻസ് ആയിട്ട് വന്നതാ. ഇതിപ്പോ കഴിയും. ഞാനും ദേവനും കൂടി ഒരു ചെരുപ്പ് വാങ്ങാണ്ടി മാളിൽ വന്നതാ. ഏടാ, നിന്നെ പോലത്തെ അടുത്ത് പോണ്ട. എടാ, അവിടെ നിൽക്ക. മണിയേ, മണി, മണി. വീണാ? ഒരു
വണ്ടി മേടിച്ചെന്ന് ലൈസൻസ് ഇല്ലാണ്ട് പോരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നിനക്കൊല്ലം പറ്റിയ? എനിക്കൊന്നും പറ്റിയില്ല. ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ ആ കുട്ടിയുടെ ആൾക്കാർ നോക്കിക്കോളൂ. കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല മേഡം. ഒന്നുമില്ല മേഡം, ഒന്നുമില്ല. ഇപ്പൊ കാര്യമായിട്ട് പറ്റിയിട്ടില്ലെന്ന് പറയും. നമ്മളോട് പൈസ മേടിക്കാനുള്ള ഇടവരും. വേദന തോന്നുന്നുണ്ടോ ചേച്ചി? എന്താ പറ്റിയേ? മോളെ, നിന്നെ കാണാതായപ്പോ ഞാനൊന്ന് നടന്നു. ഒരാളായിട്ട് കൂട്ടിമുട്ടിയതാ. അയാൾ അറിഞ്ഞോണ്ട് മുട്ടിയത് തന്നെയാണോ? അല്ലാന്ന് തോന്നുന്നു. നീ എന്താ ആലോചിക്കുന്നത്? ആ പെൺകുട്ടിക്ക് ഞാൻ വരുമ്പോ മാറായിരുന്നില്ല. നീ അത് വിട്ടില്ലേ? ആ എടാ, ഞാൻ പറയാൻ മറന്നുപോയി. എന്താടാ? ആ കുട്ടിക്കും കണ്ടാണില്ലടാ. ശരിക്കും ആ ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാണോ? അയ്യോ, എന്താ ചോര മുറിഞ്ഞിട്ടുണ്ടല്ലോ. മുറിഞ്ഞിട്ടുണ്ടല്ലേ? ചേട്ടാ, വണ്ടി നേരെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊടുത്താ. ഹോസ്പിറ്റലൊന്നും പോകണ്ട, നമുക്ക് വീട്ടിൽ പോവാം. ചേച്ചി പതുക്കെ. ചിറ്റേ, അയ്യോ, ചിറ്റയുടെ കയ്യിലെന്ത് പറ്റി? എന്താ കല്യാണി? ഒന്നുമില്ലേട്ടാ. ഇതെന്താ പറ്റിയേ? അത് അമ്മേ, ഒന്നിങ്ങോട്ട് വന്നേ. ഈ കല്യാണി മോളുടെ കയ്യിൽ എന്താ പറ്റിയെന്ന് നോക്കിയേ. ഇത് കണ്ടോ അമ്മേ? എന്താ മോളെ? ഈശ്വരാ, ഇതെവിടെ തട്ടിയതാണല്ലോ. ഇതെങ്ങനെ പറ്റി മോളെ? എന്താണ് മീനാക്ഷി? അത് ചേട്ടാ, എന്താ മീനാക്ഷി പറ്റിയേ? ഒന്നുമില്ലേട്ടാ. ആരെയോ തട്ടി ചേച്ചി പതിയൊന്ന് വീണതാ. നീ ഇല്ലായിരുന്നോടി കൂടെ? ചേച്ചിയുടെ ഡ്രസ്സ് വാങ്ങാൻ ജസ്റ്റ് ഒന്ന് മാറിയതാ. അപ്പോഴാ. സാരല്ലേ ചേട്ടാ, വെറുതെ ഒന്ന് തട്ടിയതേ ഉള്ളൂ. നിങ്ങൾ പോയിക്കോളൂ. വാ ചേച്ചി. അമ്മ ഇപ്പൊ വരാട്ടോ. അതെ, പോണതൊക്കെ കൊള്ളാം. ശനിയാഴ്ച പരിപാടി ഉള്ളതാ. ഞങ്ങള് വെള്ളിയാഴ്ച രാത്രി തന്നെ എത്തും. ആണാ? എന്നാ ചെല്ലി പൊക്കോ. പണിയാ, ഒരു യാത്ര പോണല്ലേ, കൈ കാശക്കണ്ട. അത്യാവശ്യം കാശൊക്കെ ഉണ്ട്. ഒരു 100 രൂപ തന്നെ. ഒന്ന് പോയോന്ന്, ബാക്കി കാശനോട് ഞാൻ വരുമ്പോഴേക്കും. ബാക്കി കാശല്ലേ, അത് അടുത്ത കൊല്ലം തരാം. എന്റെ പഠിച്ചോനെ, അല്ല രണ്ടാളൂടെ എങ്ങോട്ടാ? നാട്ടിലേക്കാ. കൊറേ നാളായില്ലേ പോയിട്ട്. ഞാനിപ്പോ വരാമേ. പോയാക്കരുത് കേട്ടോ. ഇപ്പൊ വരാവേ. ഇതേപോലത്തെ ഒരുത്തുണ്ടായി ഞാൻ അവർക്ക് വേണ്ടി ചത്തേനെ. ഞാനും. ആ പാത്തോടെ പോയി. ഞാനൊരു തയ്യൽ ക്ലാസ്സിൽ ചേർന്നു. വെറുതെ ഇരിക്കും, ഉമ്മ സമ്മതിക്കില്ല. എന്നിട്ട് പഠിത്തോടത്തോളൊക്കെ സൂചിയിൽ നൂലുവർക്കാരൊക്കെ പഠിച്ചാ? ഞാൻ എംബ്രോയിഡറി പഠിക്കുന്നത്. അതിന് സൂചി നൂലും വേണ്ടേ? വേണം. മാമൂട്ടിക്ക എവിടെ? അവൻ നിന്നെ എങ്ങനെ കോർക്കാന്ന് പറഞ്ഞ് നടക്കുവാ. ഒന്ന് പോവാൻ മണിച്ചേട്ടാ. പാത്തുവേ, ആ, നീ കിന്നാനം പറഞ്ഞ് നിക്കണേച്ചേ. മാവ് ഒഴിക്കാൻ കിടക്കുന്നു, പോയി തുടങ്ങ. ഇപ്പൊ ആരാ? എനിക്ക് വയ്യ എന്റെ ഉമ്മ. ആ ഇപ്പൊ എന്താ ഇങ്ങനെ? എന്റെ കാലിന് ഭയങ്കര വേദന. ബസ് ഒന്നും കിട്ടിയില്ല, നടന്നാ ഞാൻ വന്നത്. കാലപ്പടി നീര് വെച്ചേക്കുവാ. ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാ ചെയ്യ. ഇത്താ, വേണ്ട. ഇത് കുറച്ച് പപ്പടവാ. എന്തായാലും വീട്ടിലേക്ക് പോവല്ലേ, അവരും അറിയട്ടെ ഇത്തയുടെ പപ്പടത്തിന്റെ രുചി. മോനെ ദേവാ, ദാ പിടിച്ചോ. ആ ഇത് മണിക്ക്. അല്ലിതാ, ആ നിങ്ങൾ കുഴക്കടൊരു മിഷൻ മേടിച്ചു. പിന്നെ എന്തിനാ കൊച്ചിനെ വെറുതെ വിഷമിപ്പിക്കുന്നത്? ഓ, ആ കുന്തനാളത്തിൽ എത്ര കുഴച്ചാലും പാത്തു കുഴക്കുന്നവരെ ആവുന്നില്ലടാ മണി. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, അത് തിളച്ച എണ്ണയിൽ ഇട്ടാലുണ്ടല്ലോ ഭീമിന്റെ വരുന്ന വരവുണ്ട്. ഞാൻ ചെല്ലട്ടെ, അല്ലെ പാത്തു പണി കുഴപ്പം. കന്നിപ്പാലെങ്കി ദേവാ, എനിക്ക് ഗ്യാസ് ഉള്ളതുകൊണ്ട് പപ്പടം കഴിക്കുന്ന പ്രത്യേകം ഡോക്ടർമാര് പറഞ്ഞേക്കണേ. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടെന്നേ. നിനക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമല്ലേ? ആ, നിങ്ങൾ ഇതുവരെ പോയില്ലേ? ബോസേ, എന്താടാ? വന്നേടാ. എന്താടാ പോണില്ലേ? ഞങ്ങള് പോകാൻ തുടങ്ങുമ്പോ റുക്കിയാത്തോടാണ് ഞങ്ങൾ ഈ പപ്പടം ഏൽപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ദു ചേച്ചി വന്നപ്പോ ഈ പപ്പടം കൊണ്ടാൻ പറ്റില്ലെന്ന് ഭയങ്കര സങ്കടപ്പെട്ടാ പോയത്. ആണാ?
റുക്കിയാത്തയുടെ സ്നേഹം കാണുമ്പോ ഇതെല്ലാം കൂടി ഇത്താത്തനെ ഏൽപ്പിച്ചാൻ തോന്നിപ്പോകും. അതെ. ഈ പപ്പടത്തിന് പോലും ഇത്താത്തയുടെ സ്നേഹമുണ്ട്. പാത്തൂന്റെ ഉണ്ട്. നമ്മുടെ യോഗ അല്ലാണ്ടെന്താ? അതെ, നല്ല യോഗ. ഇതൊക്കെ വറുത്ത് നിന്ന് ഇവിടെ നിന്നോട്ടാ, ഞങ്ങൾ തന്നെ വരെ. ചെല്ല്. എന്റെ കൃഷ്ണ, എന്തൊരാർത്തി പിടിച്ച തീറ്റയാടാ അത്. നീ അവിടെ പട്ടിണി എടുക്കായിരുന്നോ? അവിടെ മിക്കപ്പോഴും ഹോട്ടലിൽ നിന്നല്ല ഭക്ഷണം. പിന്നെ റൂമിലെ ഭക്ഷണത്തിലാണെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല. ആരാടാ ഉണ്ടാക്കണത്? ഞാൻ. ഹാ. ആ വന്നാ. ഇതെന്തോടി? ഇത് ചേട്ടന് കൊണ്ടുവന്ന ഇതൊന്നും കൊടുക്ക്. ഇതെന്താന്നാ? മണിച്ചേട്ടന് ഇഷ്ടമുള്ള സാധന. അല്ല, എന്നിട്ട് ഇതിങ്ങനെയാ കൊണ്ടുവരുന്നത്? ഒരു പാത്രത്തിലാക്കാണ്ട് ഇതിങ്ങനെ വെച്ചാൽ മുഴുവനാവും തിന്നു. ഒരു കഷ്ണം പോലും എനിക്ക് കിട്ടില്ല. ആകെ വാടിപ്പോയി. പിന്നെ വരാവേ. പതുക്കിയോടടി. എന്താ ഇത്? അത് തിന്നോക്കട. എന്താന്ന് കണ്ണൂടെ? അമ്മേ, കനകം മൂലം കാമനി മൂലം കലഹം പലവിധ മുലകിൽ നിന്നാ. ഇത് അവളെ കുറിച്ചാ? അമ്മ ഇത് മോരും കൂടി വെച്ച്. മണിയെ, ഞാൻ ആ ദേവനെ കണ്ടിട്ട് വരാം. ഇന്ന് സ്കൂളിലോ ഇതെന്തോളെ കാണാത്ത? ഈ കടിമന്ന് വീട് എന്റെ കാലോടി, അത് ഉറപ്പാ. മാമൻ വന്നിട്ടുണ്ടേ. അയ്യോ, മാമൻ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്, അല്ലാതെ ചെയ്ത്താൻ വന്നിട്ടുണ്ടെന്നല്ല. ചെയ്ത്താനാണെങ്കിൽ പിന്നെയും സഹിക്കാം. അയ്യോ, ഇത് പെറ്റ തള്ള പോലും സഹിക്കില്ല. ഞാൻ പോവാ. അയ്യോ, എന്തൊരു സ്നേഹം. അല്ല, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ തന്നെ പോണത്. സർബത്ത് 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 എന്നാ കേറ്റി. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഞാൻ നിന്റെയൊക്കെ സർവന്റ് ആവുന്ന തോന്നണത്. ഓ, 2 റുപ്യ പോരുമ്പളത്തിന് 2000 റുപ്യ വർത്താനം പറയണ ബോസേ. ആഹാ, എല്ലാ ഭംഗിമാരും ഉണ്ടല്ലോ. ഇതാണ് സ്പെഷ്യൽ. എനിക്കൊരു പീസ്. ഞങ്ങൾക്ക് ഇടക്കിടക്ക് ഇങ്ങനെ പലഹാരം ഉണ്ടാക്കി തന്നത് ഇതൊക്കെ ഭയങ്കര ചെലവല്ലേ? എന്ത് ചെലവ്? പപ്പടത്തിന് മാവ് കുഴച്ചപ്പോഴേ കുറച്ച് മാവ് മിച്ചം വന്നു. ഞമ്മള് കുറച്ച് അരിപ്പൊടി ചേർത്ത് ഒരു സ്പെഷ്യൽ പലഹാരം അങ്ങോട്ട് ഉണ്ടാക്കി. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? പുണ്യം കിട്ടും. എന്നാ ഈ പുണ്യം കൊണ്ട് തിന്നു. എന്റെ മക്കൾ ദുആ ചെയ്താൽ മതി. ഇത്തേന്റെ പാത്തു പപ്പടം വലിയ കമ്പനിയായി തീരാൻ. എടുക്ക. സൂപ്പർ. ആഹാ, ഇന്ന് പലഹാരം കൊണ്ടുവന്നെങ്ങനെയുണ്ട്? ഉച്ചക്ക് ഊണ് എത്തുന്നാണല്ലോ. നിങ്ങൾ ആരും പെണ്ണ് കെട്ടരുത്. പെണ്ണ് കെട്ടി എല്ലാവരുടെയും ജീവിതം നായ ഓടിച്ചിട്ട് നക്കും. അതിലിപ്പോ ആരാ നക്കിയത്? എന്റെ ഈ ശരീരത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും നക്കാനായിട്ട്. ഇവിടെ മരുന്നിന് പോലും പെണ്ണെ കിട്ടാതിരിക്കുമ്പോഴാണ് ബോസ് 2 കിട്ടിയത്. ഇതെങ്ങനെ ശരിയാവും? കെട്ടിയ കാര്യത്തെ പറ്റി പറയരുതിട്ടാ. അതെന്താ ബോസേ? അതോ, അതൊരു കഥയാ മക്കളെ. വരാത്തെന്താണ്? വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. മോശം. ഹലോ, അയ്യോ, പാലെടുക്കാൻ മറന്നുപോയേ. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാവേ. തുടക്കം തന്നെ പാളിയല്ല. പാല് മുല്ലപ്പോയി നോക്കിയ സമയം എങ്ങനെ അറിയാനാ? 5 മിനിറ്റ് കഴിഞ്ഞേ. ഡ്രസ്സൊക്കെ മാറി. എന്നെക്കാളും എടുക്കണല്ലേ? ഇതെന്താ ഇവിടെ വാണം കൊണ്ട് റൂം മാറി പോവാ. വന്നേ, കിടക്കവിടെ. എന്തിനാണ് കരയണത്? ഇതാണ് ഫസ്റ്റ് നൈറ്റ്. കരച്ചിനെടുത്തിട്ട് ആപ്പിളൊക്കെ എടുത്ത് തിന്നാൻ നോക്ക്. അതെ, ഇതെന്താണ് സിനിമയിലെ പോലെ ശല്യം ചെയ്യാൻ വന്നേക്കണം?
വാ. എന്തു പറ്റി മോളെ? സത്യമായിട്ടും ഇന്ദു ആന്ന് കരുതിയിട്ടാ. നിനക്കെങ്കിലും വാ തുറന്നു പറഞ്ഞുകൂടായിരുന്നു നീ ഹിന്ദു അല്ലാന്ന്. അതെ. അതിന് വാ തുറക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ആദ്യം ഞാൻ വാ പൊത്തിയത്, പിന്നെ വിട്ടായിരുന്നു. ഞാൻ ചേട്ടന് കൊടുക്കാനുള്ള പാലെടുക്കാൻ വേണ്ടി പോയതാ. ഒരു 5 മിനിറ്റ് അല്ലേ ആയുള്ളൂ ഞാൻ പോയിട്ട്. വേറെ 5 മിനിറ്റ് എന്നാലും എന്റെ അളിയാ ഇത്ര ആക്രമണം വേണ്ടായിരുന്നു. ബോസേ, എന്നാലും 2 ഭാര്യമാരുള്ള ഒരു രസമല്ലേ? എന്ത് രസം? ഒരു രസവും ഇല്ല. രണ്ടിന്റെ മോന്ത ഒരുപോലെ ഇരിക്കണത്. അയ്യോ ദേവന്നാ മരം കുത്തി. അതാര് ബോസേ? അതാണ് ഈ പറഞ്ഞ അളിയൻ. അതെ, അവൻ വന്ന് വെച്ച് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എന്റെ അളിയൻ ഇതെങ്കിലും അടിക്കുവോ? ഹരിയേട്ടന് ഇപ്പൊ തോന്നിയ സംശയം ഉണ്ടല്ലോ, ആ സംശയം വെച്ചെടുത്താ അടിക്കില്ല. പ്രതീക്ഷയോടുകൂടി എടുക്കേണ്ട ഒരു സാധനമാണ് ലോട്ടറി. ആ, എങ്കിൽ പ്രതീക്ഷയോടെ ഒന്ന് എടുത്തേക്കാം. ഇതാ ദേവന്റെ ലോട്ടറി കട. ദേവാ, നിന്റെ ഫ്രണ്ടിനോട് ഇറക്കിയിട്ടുണ്ടാ. ആരോ ഗോപിയേട്ടാ? ഞാനാ കല്യാണി. ഇവിടെ അടുത്ത നമ്മുടെ ഷോപ്പിൽ ഒരു സ്റ്റാഫിനെ കാണാൻ വന്നതാ. ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. വെറുതെ അന്വേഷിച്ചപ്പോ ഇവിടെ അടുത്ത ദേവന്റെ ഷോപ്പെന്ന് അറിഞ്ഞു. പിന്നെ ഒരു കോഫിയുടെ കടം ബാക്കിയുണ്ടല്ലോ, അതങ്ങ് വീട്ടേക്കാന്ന് വെച്ചു. എങ്കില് നമുക്ക് അബുക്കാന്റെ കടയിൽ നിന്നായാലോ? ആയിക്കോട്ടെ. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? പാപ്പാ, ഓ എന്നതാടാ? ഞാൻ ചന്തയിൽ പോവാ. അബൂക്ക, ആ മോനോ? ഒരു ഗസ്റ്റ് ഉണ്ട്. കണ്ട് കേറിയിരിക്കേ. കല്യാണി സൂക്ഷിച്ചേ. അബുക്ക, തീരെ ഐറ്റം വേണ്ട കേട്ടോ. 2 കോഫി. ശരി മോനെ. ഇവിടെ ഉള്ളവരെല്ലാം ദേവന്റെ കൂട്ടുകാരാ. ലോകം മുഴുവൻ നമ്മുടെ കൂട്ടുകാരല്ലേ കല്യാണി? കണ്ണ് കാണാൻ വയ്യാത്ത ആളെ ആരെങ്കിലും ഉപദ്രവിച്ചതായി അറിയോ? ഉണ്ടല്ലോ. അതാരെ? എന്നെ മോളിൽ വെച്ച് ഒരാൾ ഇടിച്ചിട്ടുണ്ടല്ലോ. ആ ദേവാ, നിന്റെ പെങ്ങളുട്ടിയാ? അല്ലേക്ക, എന്റെ ഫ്രണ്ടാ. ഈ മോക്ക് കണ്ണ് കാണാഞ്ഞപ്പോ ഞമ്മളോർത്ത് നിന്റെ ആ പെങ്ങളുട്ടിയായിരിക്കുന്നു. ദേവന്റെ സിസ്റ്ററും ഇങ്ങനെയാണോ? 2 പെങ്ങന്മാരുണ്ട്. അതിലൊരാള് നമ്മുടെ ടീമാ. ഏറ്റവും ഇളയവളെ ദൈവം തുണച്ചു. ഒരു സർജറി നടത്താനുണ്ട്. ചിലപ്പോ അവൾക്ക് ലോകം കാണാൻ ഭാഗ്യമുണ്ടാവും.